ഇപ്പം ഞാൻ രജനീകാന്തിൻ്റെ സിനിമ വരുന്നത് ഞാൻ പോകത്തില്ല. ഓക്കെ. പണ്ടങ്ങാണ്ട് ഒരു സിനിമ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ആ സിനിമ ഞാനത് പാടുപെട്ട് കണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ സിനിമ ഇങ്ങനെ മുന്നിലെ കാണിക്കുക. അപ്പോൾ കണ്ണടച്ചിരിക്കാൻ നമ്മൾ കണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ആകെ അയാളുടെ സിനിമ കണ്ടിട്ടുള്ളത്. കാരണം ആ മാനറിസംസും സാധനങ്ങളും ഒന്നും നമുക്ക് അങ്ങനെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ 15 പേരെ ഇടിച്ചിടുന്നതൊന്നും ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കിരീടത്തിനകത്ത് മോഹൻലാൽ വയലൻ്റായിട്ട് പെരുമാറുന്ന സാധനം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായിപ്പോയി. കഷ്ടം കൊണ്ട് പെട്ടുപോയ ഒരാൾ റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന വയലൻസ്. അല്ലാതെ ഒരാൾ വയലൻ്റായിട്ട് പെരുമാറുന്നത് ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന അയാളൊന്നും ഒറ്റ സിനിമ അതൊക്കെ എല്ലാം ഒരു തവണ കാണുമ്പോൾ നമുക്കറിയാം ഇനി മേലെ ഈ പണിക്ക് പോകണം. എം ജി രാമചന്ദ്രൻ്റെ സിനിമ 15 പേരെ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നമുക്കങ്ങനെ റിക്ഷാക്കാരന് അന്നൊക്കെ തൊട്ട് നമുക്കറിയാം ഏത് സിനിമകൾ കാണണം ഏത് സിനിമ കാണരുത് എന്നുള്ളത്. അതിൻ്റെ പരസ്യവും സാധനങ്ങളും കൊണ്ടും ഈ ആളുകൾ അവരുടെ സാമൂഹികമായ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് അവരെല്ലാവരും മുഖ്യമന്ത്രിമാരായി മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അറിയപ്പെടുക എന്ന് പറയുന്നതിന് ഏറ്റവും എളുപ്പമാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവരുടെ പോസ്റ്റർ കേരളം മുഴുവനോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണോ ആ രാജ്യം മുഴുവൻ വെക്കുന്നുണ്ട്. മറ്റേത് ഒരു ഇലക്ഷന് നിൽക്കുന്ന ആള് എത്ര രൂപ ചെലവഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇത്രയേ ഉള്ളതിൻ്റെ സിമ്പിളായ കാരണം മാത്രമാണ്. അറിയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ മൂല്യം ഉപയോഗിച്ച് സിനിമ വിജയിപ്പിക്കാനാണ് പിന്നെ നോക്കുന്നത്. അതാണ് ഈ താരങ്ങളുടെ ലോകം. അപ്പം താരങ്ങളുടെ സിനിമ ഞാൻ കാണുന്നില്ല. അഭിനയിക്കുന്നവരുടെ ഇപ്പം മുന്നറിയിപ്പ് കാണുക അത് വേണോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. അതിനകത്ത് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടല്ലോ. മമ്മൂട്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നന്നായി ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ അഷ്വർ ചെയ്യപ്പെടുന്നത് ഈ സംവിധായകരുടെ സിനിമകളിലൂടെ. ലിജോയുടെ സിനിമ ഞാൻ കാണും നൻപകല്. അത് കണ്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് അയാൾ ചെയ്തിട്ടില്ലേ മലയക്കോട്ട. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലിജോയുടെ സിനിമയാണ് ഞാൻ കാണുന്നത്. ഇത് മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞതും ഇങ്ങനെയാണ്, ഈ അർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇങ്ങനൊരു വരി ഞാനങ്ങനെ ഷോക്കായിപ്പോയി. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വരുന്ന സിനിമ അതിനെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് അത് ചെയ്തത്. ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു എൻ്റെ മുഖതാവിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പൃഥ്വിരാജിനോട് പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ്. അത്രയാണ് സംഭവിച്ചത്. ഓക്കെ, ഒരു അറിയിക്കലായിരുന്നു ഒരു കണക്കിന്. അതെ, അത് പക്ഷെ മാപ്പപേക്ഷയായിട്ട് കുറെ പേര് അങ്ങനെ തന്നെ മാപ്പപേക്ഷ തന്നെയാണ്. കാരണം അനുചിതമായി എന്നെ ഉപയോഗിച്ചതിന് ഞാൻ മാപ്പ് ഞാൻ അയാളോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നെ ഉപയോഗിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ആ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് പറഞ്ഞത് അവരുടെ ചെയ്തിക്കെതിരായിട്ടാണ് പറഞ്ഞത്. അയാൾ നല്ല സിനിമ എടുത്തിട്ടില്ലെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്ന് ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മളൊരു കല്ല് ആയി മാറുന്ന പോലെയാണ്, ഒരാളെ എറിയാനുള്ള കല്ലായി മാറുന്നതാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ വെറും കല്ലല്ലോ, നമ്മളൊരു കോൺഷ്യസ് മനുഷ്യനല്ലേ. നമ്മുടെ അഭിപ്രായം വേറൊരാൾക്ക് ഉപദ്രവമാവാൻ പാടില്ല. അത് അങ്ങനെയാണത്, അത് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു അഭിമുഖം എടുത്ത സമയത്ത് മല്ലിക സുകുമാരനും വിജയക്കാരും കോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സാറിനെ പോലത്തെ ഒരാളങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ്. അത് അവരുടെ വലിപ്പമുള്ള മനസ്സ് എന്നേ ഞാൻ അതിനെ കാണുള്ളൂ. ഞാനങ്ങനെ പറയേണ്ടി ഞാനത് പറഞ്ഞത് ഈ കോണ്ടക്സ്റ്റിലാണ്, അത് വ്യക്തിഗതമായിട്ടല്ല. നമ്മളിപ്പോൾ അങ്ങനെ എത്രയോ ഇപ്പോൾ എനിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ നാണം വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വ്യക്തിഗതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ കാര്യം ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇപ്പോൾ കലാപം നടന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാർ പറയത്തില്ലേ, അത് വ്യക്തിഗതമായിട്ടല്ല, നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ലേ. നമ്മൾ ഈ രാജ്യത്തെ പൗരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ കാര്യമാണ് പറയുന്നത്. അതുപോലെയാണ് അത് പറയുന്നത്. കാരണം ഇത് അനുചിതമായി ഉപയോഗിക്കപ്പെട്ടു പോയത് കൊണ്ടുള്ള ലജ്ജയും അതുകൊണ്ടുണ്ടാകുന്ന വിഷമവും അതിനു വേണ്ടിയുള്ള മാപ്പാണ് ഞാൻ പറയുന്നത്. അത് സംശയമൊന്നും വേണ്ട, അത് ഇനിയും പറയും. ഈ ഇപ്പോൾ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഗോദ്ര സംഭവത്തെ ഒരു ഗ്രാഫിക്സിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ടൈറ്റിൽ സോങ്ങിൽ എമ്പുരാൻ്റെ തുടക്കത്തിൽ. അതിനുശേഷം ഗുജറാത്ത് കലാപങ്ങളെ സീനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് ഉയരുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, എന്താ ഒരു സ്ഥലത്ത് മാത്രം അത് ഗ്രാഫിക്സിൽ ഡെപ്പിക്റ്റ് ആവുകയും
മറ്റേ സ്ഥലത്ത് സീൻസ് ആയിട്ട് തന്നെ കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഒരു ബാലൻസിങ് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം പല ആളുകൾക്കും ഇത് സബർമതി സംഭവമാണെന്ന് മനസ്സിലാക്കാൻ കുറെ ജനറൽ ആയിട്ടുള്ള ഓഡിയൻസിന് സാധിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സ്ഥലത്തും സീൻസ് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തെ എങ്ങനെയാ അത് എനിക്കറിയില്ല. അത് ഇയാള് ചോദിക്കേണ്ട ചോദ്യം പൃഥ്വിരാജിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. അത് നമ്മളെങ്ങനെയാ പറയുന്നത്? അവര് ഞാനതിനകത്ത് ആകെ കാണുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളത് വലുതാണ്. ഇന്നത്തെ ഇന്ത്യയിലെ ക്ലൈമറ്റിനകത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വളരെ പാടാണ്. ഗട്ട്സ് വേണം. കാര്യം അവർ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. അപ്പം നമ്മൾ ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല. ഞാൻ മരിച്ചു പോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് സംസാരിക്കാൻ പറ്റും, ചിലവില്ല. മറ്റേതങ്ങനെയല്ലല്ലോ. വലിയ കടമൊക്കെ മേടിച്ചു ഒക്കെ മറ്റുള്ള ആൾക്കാരെ സഹകരിപ്പിച്ചിട്ടും വേണമല്ലോ സിനിമ. അതും പ്രത്യേകിച്ച് ഇത്രയും വലിയ പണച്ചെലവ് ചെയ്തൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് മറന്നിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് അത് ചെറിയതായിട്ട് അല്പം പോലും ചെറുതായിട്ട് കാണുന്നില്ല. അതിന് വേണ്ടും വണ്ണം ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ശരിയുമായിരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അത് ഞാൻ പറയേണ്ട ഉത്തരം പറയേണ്ട ഒരു പോയിന്റാണെന്ന് തോന്നുന്നു. ഇപ്പം ഈ സബർമതി എക്സ്പ്രസ് കത്തിച്ചൊരു സംഭവത്തിന് ഈ തീയിട്ടു എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്ക് രണ്ടാമത്തെ അവരുടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അത് അങ്ങനെ തീയാണ്, പെട്രോൾ ഒഴിച്ച് തീയിട്ടൊന്നും ആദ്യത്തെ നാനാവധിക്ക് മുമ്പ് നടന്ന കമ്മീഷൻ അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ സ്റ്റൗ പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. ഒരു ശാസ്ത്രീയമായിട്ട് ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ മൈത്രേൻ്റെ ഫൈൻഡിങ്സിൽ ഇതിൽ ഏത് ഭാഗം? അല്ല, നമ്മളെല്ലാം പോയതാണ്. പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് ചോദിക്കുകയും പറയാൻ കഴിയാതിരിക്കുന്ന ഭാഷാപരമായ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനതെല്ലാം ചെയ്തത്. പ്രത്യേകിച്ച് അവിടെ പോയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും പോകാത്ത ആരും കാണത്തില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാവരും പോകുന്ന ഒരു സ്ഥലമല്ലേ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് കൃഷ്ണയ്യരുടെയൊക്കെ റിപ്പോർട്ടാണ്. അവരുമായിട്ടായിരുന്നു എനിക്ക് ബന്ധമുണ്ടായിരുന്നത്. അപ്പം അവരവിടെ പോയി അത് മുഴുവനും ചെയ്തതല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരിയായിരുന്ന ഒരു ഗുജറാത്തിലുള്ളവർ തന്നെയായിരുന്നു. അപ്പോഴെല്ലാം ഞാനിത് അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിഗ്നേഷ് മേവാനിയെ കാണാൻ പോയിട്ട് ഞാനൊരു 2 ആഴ്ചയുടെ അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ഷന് വേണ്ടി. ആ സമയത്ത് ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പല സമയങ്ങളിൽ പോയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നത് തീ കത്തി എന്നുള്ളത് സംശയമൊന്നുമില്ല. അത് മുഴുവനും തീ കത്തിയതാണ്, കത്തിച്ചാൽ. ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഗോദ്രയിലാണ് സംഘർഷം ഉണ്ടായത്. അത് ഉണ്ടായതെന്ന് പറയുന്നത് ചായ കുടിക്കുന്നവരും തമ്മിൽ അതിനകത്തുള്ളവരും തമ്മിൽ ഉണ്ടായ കാരണം അവർ ഈ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കും, അതുപോലുള്ള എന്തോ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണ വഴക്ക് മാത്രമല്ലാതെ വേറെ ഒന്നും സംഭവിച്ചതായിട്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് വായിച്ച് ഷോക്ക് അടിച്ചതാണ്. ആദ്യത്തെ പ്രചാരണം നമ്മൾ കേൾക്കുന്നത് ഇവർ കത്തിച്ചതായിട്ടാണല്ലോ. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിനകത്ത് മുഴുവനും നമുക്ക് കിട്ടിയിരിക്കുന്നത് തീ താനേ കത്തിയതാണ്. പക്ഷെ ആ കത്തിയതാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ഈ ആളുകൾ കത്തിച്ചതാണെന്ന് ഒരിക്കൽ അങ്ങ് പരത്തി പ്രചരിപ്പിച്ച് കളയുക എന്നുള്ളതാണ് നടന്നതെന്ന് കാണാം. പിന്നെ നമ്മൾ എല്ലാ നിയമങ്ങളും അവിടുത്തെ പോലീസ് കംപ്ലീറ്റ് മറുവശത്ത് നിന്നിട്ടാണ് ചെയ്യുന്നതെന്ന്. പോലീസിനകത്ത് എതിർത്തിരുന്ന 2 പേരെയും അവർ പുറത്താക്കുകയും ചെയ്ത് അല്ലാത്തവരെ കൊണ്ട് അത് ചെയ്യിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനും കേസും കാര്യങ്ങളും എത്ര പേരെ വെറുതെ വിട്ട് കുറേ പേരെ ശിക്ഷിച്ച് അവിടുത്തെ കോടതികളിനകത്ത് ഒരു കേസ് നടത്തരുത്, ഗുജറാത്തിൽ നിന്ന് പുറത്തായിരുന്നു കേസുകൾ നടത്തിയിരുന്നത്. ഇതെല്ലാം നടന്നതല്ലേ. അപ്പം അത്രയധികം കോടതി, പോലീസ്, അഡ്മിനിസ്ട്രേഷൻ ഇത് 3ഉം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കിയ കഥയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. ആകെ നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ടീസ്റ്റേ ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞാൽ അതിനകത്ത് ഗുജറാത്തിൽ ഈ ഇഷ്യൂ നമുക്ക് ഒരു കോടതിയിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേസുകളെല്ലാം ഗുജറാത്തിന് പുറത്തല്ലേ നടത്തിയത്. ഇതൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അവർ. പോലീസിനകത്തുണ്ടായിരുന്ന എതിർത്ത ശബ്ദങ്ങളെ നിശബ്ദമാക്കുക, കോടതിക്കകത്ത് ഇരിക്കുന്ന ജഡ്ജിമാരെ മുഴുവൻ സ്ഥലം മാറ്റിയിട്ട് വേറെ ജഡ്ജിമാരെ പ്ലേസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മുഴുവനും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിയമപരമായി നേരിടാൻ പറ്റാതാക്കി കളഞ്ഞത്. ഇതെല്ലാം ചെയ്തതാണ്. ജസ്റ്റിസ് ലോയ ചത്തുപോയില്ലേ? ഇതെല്ലാം നമ്മൾ അറിയേണ്ടതല്ലേ.
ഒരു ജഡ്ജിയൊക്കെയാണ് കൊല്ലപ്പെട്ടു പോകുന്നത്. കൊല്ലപ്പെട്ടതാണെന്ന് പോലും വരാതെ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്ര പാടുപെട്ടു പോയായിരുന്നു. ഈ രണ്ടുപേര്, അമിത്ഷായും മോദിയും, രണ്ടുപേരും എൻ്റെ നിലപാടിനകത്ത് ഇംപീച്ച് ചെയ്യപ്പെടേണ്ടവരാ. ഈ കാരണങ്ങൾ മുഴുവൻ, അത് ഒന്നും രണ്ടൊന്നല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായ എൻകൗണ്ടർ കൊലപാതകങ്ങളുണ്ട്, അത് മുഴുവൻ അവർ ചെയ്തതാ. ഇതെല്ലാം ഉള്ള ഒരു കാര്യമാണ്. അതെല്ലാം മറഞ്ഞു പോയിട്ട് അത് നിശബ്ദമായി പോയി മാത്രമല്ല, വിശ്വഗുരുവായി മാറി നാട് മുഴുവനും പോയിട്ട് ഇന്റർനാഷണൽ ആളായിട്ട് ഇതേ ആള് നമ്മൾ പണിയെടുത്ത് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ ആക്കിയ ഒരാളായിരുന്നു, വിസ ഇല്ലാതാക്കിയ ആളായിരുന്നു. അതൊക്കെ നമ്മൾ ഒരു വിജയമായിട്ടൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അത് മുഴുവൻ പോയില്ലേ. 2 ഇലക്ഷന് ജയിക്കാൻ തുടങ്ങിയതോടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതായി.